ready one, two, three, start. அனைவருக்கும் வணக்கம். Cheers guys. അனைவருக்கும் வணக்கம். കുരിശുപള്ളി മാതാവേ, ഇവളോ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാംഗോ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കോക്ടെയിൽ ആണ്. കോക്ടെയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് മാംഗോ ഇൻഫ്യൂഷൻ ആണ്. ബേസിക് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല പഴുത്ത മാങ്ങ, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള വോഡ്ക. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള റമ്മും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വോഡ്കയാണ്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ എനിക്ക് ആ മാങ്ങയുടെ എക്സാക്ട് ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്രഷ് സ്മെല്ലും ഭയങ്കര, എനിക്ക് ആ കോക്ടെയിൽ ഭയങ്കര ലൈറ്റും ഭയങ്കര ടേസ്റ്റി ആയിരിക്കണം. പിന്നെ ഇതിങ്ങനെ ചെയ്യാൻ റീസൺ എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഞാനൊരു ബാർട്ടൻഡർ ആണ്. ചില്ലി മാംഗോ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്നാ പിന്നെ ആ ഒരു സാധനം പിടിക്കുക എന്തായാലും ഉണ്ടാക്കും. അപ്പൊ നിങ്ങളെ ഇവിടെ കാണിക്കാന്ന് വിചാരിച്ചു. എപ്പിടി ആരംഭിക്കണം. കൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞാനത് ചോപ്പ് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആക്കി അരിഞ്ഞേക്കാണ്. ഒത്തിരി പഴുത്ത് പോയത് എടുത്തു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് അരിക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് പാടായിരിക്കും. എപ്പോഴും നമ്മൾ ഇൻഫ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലാസ് കണ്ടെയ്നറിൽ മാത്രമേ ഇൻഫ്യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ആദ്യം ഈ ഒരു നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് ഞാൻ ഈ ഒരു മാങ്ങ ഇങ്ങോട്ട് ഇടാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. ജസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള വലിയ പ്രഷർ ഒന്നും കൊടുക്കാത്തുള്ള രീതിയിൽ ഒന്ന് സ്മാഷ് ചെയ്ത് വിട്ടാൽ മതി. കാരണം ഇത് ഓൾറെഡി പഴുത്തിരിക്കുന്ന മാങ്ങയാണല്ലോ. നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വോഡ്ക നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം, ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മളിത് ഫ്രിഡ്ജിൽ 3 to 7 days വെക്കണം. ദിവസം കൂടുതൽ വെക്കും തോറും ഈ മാംഗോയുടെ ഫ്ലേവർ ഇതിലോട്ട് ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ചേരും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം. ഒരു മിനിമം 3 days എങ്കിലും വെക്കണം. ഓരോ ദിവസം നമ്മളിത് ഫ്രിഡ്ജിൽ, ഇപ്പം ഞാൻ ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ഷെയ്ക്ക് ചെയ്ത് പിന്നെ തിരിച്ചു വെക്കണം. ഇതിന്റെ കോക്ടെയിലിന്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. ഇനിയും ഇതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കോക്ടെയിൽസിന്റെ റെസിപ്പീസോ അല്ലെങ്കിൽ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബിലോ. ഞാൻ അതനുസരിച്ചുള്ള സാധനങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് ഇത്രേ ഉള്ളൂ.